Let's see the next problem in the analysis of frames by kinematic method in plastic analysis. Collapse loads acting on the frame ABCD are shown in figure. Determine the plastic moment capacity of the section required. Assume the same section is going to be used throughout. So this is the given frame which is having three spans AB, BC and CD. The member AB is subjected to a UDL of intensity 10 kN per meter, and the member BC is also subjected to a UDL throughout of intensity 20 kN per meter, and CD, the member CD is not subjected to any loads. ഇവിടെ എൻഡ് എ എന്ന് പറയുന്നത് ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്, അതുപോലെ എൻഡ് ഡി എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് സപ്പോർട്ടാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ മെക്കാനിസംസ് പോസിബിൾ ഫോർ ദിസ് ഫ്രെയിം. ഫസ്റ്റ് വൺ ഇസ് ബീം മെക്കാനിസം. ഇപ്പോൾ ബീം മെക്കാനിസം എന്ന് പറയുമ്പം ലോഡഡ് ആയിട്ടുള്ള മെമ്പേഴ്സിലൊക്കെ ബീം മെക്കാനിസം, സ്പാനിൽ ലോഡ് ആക്ട് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിനും ബീം മെക്കാനിസം പോസിബിൾ ആണ്. സോ ഇവിടെ എ ബി ആണെങ്കിലും ബി സി ആണെങ്കിലും സ്പാനിൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എ ബിയിലും ബി സിയിലും നമുക്ക് ബീം മെക്കാനിസംസ് ഉണ്ട്. സോ ലെറ്റ്സ് സീ ദ ബീം മെക്കാനിസം ഇൻ എ ബി ഫസ്റ്റ് ഓഫ് ഓൾ. എ ബി എന്ന് പറയുന്ന മെമ്പർ നമ്മൾ സെപ്പറേറ്റ്ലി എടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ഹിഞ്ചാണ്, ബി എന്ന് പറയുന്നത് ഒരു ജോയിൻ്റ് ആണ്, പിന്നെ അതുപോലെ ലോഡും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഇവിടെ ഹിഞ്ച് ഫോർമേഷൻ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദിസ് ഫിഗർ. അത് ലോഡിൻ്റെ സംവെയർ അണ്ടർ ദ ലോഡ് ആൻഡ് അറ്റ് ദ ജോയിൻറ്റ് ബി. എയിൽ ഹിഞ്ച് ഉണ്ടാവില്ല, കാരണം ഓൾറെഡി ഇറ്റ് ഇസ് എ മെക്കാനിക്കൽ ഹിഞ്ച്. അപ്പോൾ ലോഡിൻ്റെ അണ്ടറിൽ എവിടെയാണ് നമുക്ക് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു കേസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫിക്സ്ഡ് എൻഡ് ആയിരുന്നെങ്കിൽ, ഇതൊരു റോളർ എൻഡ് ആയിരുന്നെങ്കിൽ, ഇതൊരു പ്രോപ്ഡ് കാൻഡിലീവർ പോലെയാണ് ഈ ഒരു ബീം ഉള്ളത്. പ്രോപ്ഡ് കാൻഡിലീവറിൻ്റെ അതുപോലെ ഫിക്സ്ഡ് എൻഡ് ബിയും പ്രോപ്ഡ് ആയിട്ടുള്ള റോളർ ആയിട്ടുള്ള എൻഡ് എയും ആണ്. ഇതുപോലുള്ള കേസ് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തതാണ്. അങ്ങനെ ഒരു പ്രോപ്ഡ് കാൻഡിലീവറിൽ യു ഡി എൽ ആക്ട് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് മാക്സിമം മൊമെൻ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ എവിടെയാണ് ഹിഞ്ച് ഫോം ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോളർ എൻഡിൽ നിന്നും 0.414 L ഡിസ്റ്റൻസിലാണ് ഹിഞ്ച് ഫോം ചെയ്യുക. അപ്പോൾ അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. 0.414 × 5 മീറ്റർ ആണ് എ ബിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ എൽ ഇസ് ഈക്വൽ ടു 5. സോ 0.414 L ഡിസ്റ്റൻസിലാണ് റോളർ എൻഡിൽ നിന്ന്, അതായത് ഹിഞ്ച് ഇല്ലാത്ത എൻഡിൽ നിന്ന് 0.414 × 5 ആ ഡിസ്റ്റൻസിലാണ് നമുക്കിവിടെ ലോഡിൻ്റെ അണ്ടറിലുള്ള ഹിഞ്ച് ഫോം ആയിരിക്കുന്നത്. അതുപോലെ ബിയിലും ഹിഞ്ച് ഫോം ആയിട്ടുണ്ട്. ഇവിടെ എല്ലാ സ്ട്രക്ചറിൽ എല്ലാ മെമ്പേഴ്സിലും പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എം പി തന്നെയാണ് നമ്മുടെ പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഇവിടെ എം പി ഇൻറ്റു θ1 പ്ലസ് θ2, അതുപോലെ ബിയിൽ എം പി ഇൻറ്റു θ2, അതാണ് നമ്മുടെ ഇൻറ്റേർണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ റൊട്ടേഷൻസ് θ1ഉം θ2ഉം തമ്മിലുള്ള റിലേഷൻ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. So here θ1 is equal to delta divided by 0.414 into 5. അതുപോലെ θ2 is equal to delta divided by 0.586 into 5. So if we equate, delta is equal to 0.414 into 5 θ1, which is equal to 0.586 into 5 θ2. Delta values θ1ൻ്റെ ടേംസിലുള്ള ഡെൽറ്റയും θ2ൻ്റെ ടേംസിലുള്ള ഡെൽറ്റയും തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് എ റിലേഷൻ ദാറ്റ് θ1 is equal to 1.415 θ2. So that is our relation between θ1 and θ2 in term delta നമുക്ക് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മളിവിടെ θ1നെ θ2ൻ്റെ ടേംസിലേക്കാണ് മാറ്റിയിട്ടുള്ളത്, 1.415 θ2.
So the equilibrium condition mp into theta 1 plus theta 2 plus mp into theta 2 is equal to ലോഡ് ഇൻറ്റു നമ്മൾക്ക് യു ഡി എൽ ആയതുകൊണ്ട് നമ്മളെങ്ങനെയാണ് എക്സ്റ്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുക. യു ഡി എല്ലിൻ്റെ കേസിൽ എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ലോഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു ലെങ്ത് ഇൻറ്റു ആവറേജ് ഡിഫ്ലക്ഷൻ ഡെൽറ്റ ബൈ 2. ലോഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൽറ്റ ബൈ 2. അപ്പോൾ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് തീറ്റ 1 വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 1.415 തീറ്റ 2. പിന്നെ അതുപോലെ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ഡെൽറ്റ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 0.586 into 5 theta 2. Delta is equal to 0.586 into 5 into theta 2 because theta 2 is equal to delta divided by 0.586 into 5. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലുള്ള തീറ്റ 2 ക്യാൻസൽ ആവും ആൻഡ് എം പി ഈസ് ഈക്വൽ ടു 21.4449 kilonewton meter. So that is the first value obtained for plastic moment capacity from the beam mechanism of AB. So let's now go for the beam mechanism of BC. ഇവിടെ ബി സി എന്ന് പറയുന്ന മെമ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം രണ്ട് സൈഡിലും ജോയിൻസ് ആണ്, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ജോയിൻസ് ആണ്. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ഹിഞ്ച് ഫോർമേഷൻ ഉണ്ടാവും. പിന്നെ 20 kilonewton per meter എന്ന് പറഞ്ഞാൽ യു ഡി എൽ ആക്ട് ചെയ്യാണ് ബി സി എന്ന് പറയുന്ന മെമ്പറിൽ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്ട്രക്ചർ സിമെട്രിക് ആണ്, രണ്ട് സൈഡിലും ഹിഞ്ച് ആക്ട് ചെയ്യുന്നത് ഒരു യു ഡി എൽ. അപ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത് ഹിഞ്ച് പ്ലാസ്റ്റിക് ലോഡിൻ്റെ അണ്ടറിലുള്ള ഹിഞ്ച് ഫോം ആവേണ്ടത് ബി സിയുടെ മിഡ് സ്പാനിലായിരിക്കണം. സോ ദിസ് ഇസ് ദ beam mechanism of BC. You can see that the rotations are equal at B and C. Symmetric ആയതുകൊണ്ട് സെൻറ്ററിലാണ് നമുക്ക് ഡെൽറ്റ ഉള്ളത്. പിന്നെ 3 ഹിഞ്ചസ് ആണ് ബിയിലും സിയിലും അതുപോലെ നമ്മുടെ സെൻറ്ററിലും മിഡ് സ്പാനിലും. സോ ഇവിടെ ഇൻറ്റേർണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എം പി ഇൻറ്റു തീറ്റ പ്ലസ് എം പി ഇൻറ്റു തീറ്റ പ്ലസ് തീറ്റ പ്ലസ് എം പി ഇൻറ്റു തീറ്റ ഇറ്റ് ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ആവറേജ് ഡിഫ്ലക്ഷൻ യു ഡി എൽ ആണ്. അതുകൊണ്ട് എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ലോഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു ലെങ്ത് ഇൻറ്റു ആവറേജ് ഡിഫ്ലക്ഷൻ ആണ്. ഹിയർ വി നോ ദാറ്റ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2.5 തീറ്റ. ബി സിയുടെ സ്പാൻ എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. സോ തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡിവൈഡ് ബൈ 2.5 and delta is equal to 2.5 theta. So here substitute the value of delta as 2.5 theta, and so here the value of MP obtained is 31.25 kilonewton meter. Internal work done external work done equate ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് MP വാല്യൂ കിട്ടുന്നത് 31.25 kilonewton meter ആണ്. The beam mechanism in BC. അടുത്തത് നമ്മൾ സ്വേ മെക്കാനിസം ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് സ്വേ മെക്കാനിസത്തിന് വേണ്ടി എത്ര ഹിഞ്ചസ് ഫോം ആവണമെന്ന് നോക്കാം. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി +1 നമ്പർ ഓഫ് ഹിഞ്ചസ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മുടെ സ്ട്രക്ചറിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത് 2 + 3 - 3. 2 ആണ് നമ്മുടെ സ്ട്രക്ചറിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. ഇവിടെ നമ്പർ ഓഫ് റിയാക്ഷൻ കോമ്പണൻസ് അറ്റ് എ എന്ന് പറയുന്നത് 2 ആണ്. നമ്പർ ഓഫ് റിയാക്ഷൻ കോമ്പണൻസ് അറ്റ് ഡി എന്ന് പറയുന്നത് 3 ആണ്. 2 + 3 5 ആണ് ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻ കോമ്പണൻസ്. -3 നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3 ആണ്. സോ 2 ആണ് നമ്മുടെ സ്ട്രക്ചറിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. അപ്പോൾ നമുക്ക് 3 ഹിഞ്ചസ് ആണ് ഫോം ആവേണ്ടത്. അപ്പോൾ ആ ഹിഞ്ചസ് എവിടെയൊക്കെയാണ് സ്വേ മെക്കാനിസത്തിൽ ഫോം ആവാൻ ചോദിച്ചു കഴിഞ്ഞാൽ ബിയിലും സിയിലും ഫിക്സ്ഡ് എൻഡിലുമാണ്. ഇൻ്റർമീഡിയറ്റ് ജോയിൻസിലും പിന്നെ അതുപോലെ ഡി ഫിക്സ്ഡ് എൻഡിലുമാണ് നമുക്ക് ഹിഞ്ചസ് ഫോം ആവുക. അപ്പോൾ സ്വേ മെക്കാനിസത്തിൽ നമ്മൾ ഹിഞ്ചസ് കൺസിഡർ ചെയ്യുന്നത് ബി, സി ആൻഡ് ഡിയിലാണ്. സോ ഇതാണ് നമ്മുടെ സ്വേ മെക്കാനിസത്തിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. Theta is the rotation at A, B, C and D and delta is the sway. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിയിൽ എം പി തീറ്റ,
സിയിൽ എം പി തീറ്റ, ഡിയിലും എം പി തീറ്റ. സോ ടോട്ടലി 3 എം പി തീറ്റ ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 5 ഇൻറ്റു ഡെൽറ്റ ബൈ 2. ഇവിടെ എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഏത് ലോഡ് കൊണ്ടാണ്? ഇവിടെ സ്വേ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ലോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഹൊറിസോണ്ടൽ ലോഡാണ്. ഈ യു ഡി എൽ 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഉള്ള യു ഡി എൽ ആണ്. സോ external work done is equal to load intensity into length into average deflection. So here 10 into 5 into delta by 2. But here we know that theta is equal to delta divided by 5. AB the length എന്ന് പറഞ്ഞ 5 ആണ്. So here theta is equal to delta divided by 5. അപ്പോൾ delta is equal to 5 theta. So ഡെൽറ്റയ്ക്ക് പകരം നമുക്ക് 5 തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇൻറ്റേർണൽ വർക്ക് ഡൺ 3 എം പി തീറ്റ ഇസ് ഈക്വൽ ടു എക്സ്റ്റേർണൽ വർക്ക് ഡൺ ഇംപ്ലൈസ് എം പി ഇസ് ഈക്വൽ ടു 41.667 കിലോ ന്യൂട്ടൺ മീറ്റർ. സോ ദാറ്റ് ഇസ് ദ വാല്യൂ ഓഫ് എം പി ഒബ്റ്റെയിൻഡ് ഫ്രം ദ സ്വേ മെക്കാനിസം. അടുത്തത് കമ്പൈൻഡ് മെക്കാനിസം ആണ്. ഈ ഫിഗർ നിങ്ങൾക്ക് കാണാം. കമ്പൈൻഡ് മെക്കാനിസത്തിലും നമുക്ക് 3 ഹിഞ്ചസ് ആണ് ഫോം ആവേണ്ടത്. സ്വേ മെക്കാനിസത്തിലായാലും കമ്പൈൻഡ് മെക്കാനിസത്തിലായാലും സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി +1 3 മെക്കാനിസംസ് ആണ് നമുക്കിവിടെ ഫോം ആവേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒന്ന് ലോഡിൻ്റെ അണ്ടറിൽ, മറ്റൊന്ന് സിയിൽ, പിന്നെ വേറൊരു ഹിഞ്ച് ഡിയിൽ. ഒരു ജോയിൻറ്റ് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ഓൾറെഡി ഹിഞ്ച് സപ്പോർട്ടാണ്, അപ്പോൾ അവിടെ ഒരിക്കലും ഹിഞ്ച് ഫോം ആവില്ല. അത് കൂടാണ്ട് നമുക്ക് 3 ഹിഞ്ചസ് ആണ് വേണ്ടത് കമ്പൈൻഡ് മെക്കാനിസത്തിന്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ലോഡിൻ്റെ അണ്ടറിൽ എന്തായാലും ഒന്ന് വേണം, പിന്നെ ഫിക്സ്ഡ് എൻഡിലും എന്തായാലും നമ്മൾ കൺസിഡർ ചെയ്യണം. സോ യു ക്യാൻ അവോയ്ഡ് എനി ഓഫ് ദീസ് ജോയിൻറ്റ്സ്. അപ്പം ബിയിലുള്ള ജോയിൻറ്റ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, സിയിലുള്ള ജോയിൻ്റ് ആണ്, സി ജോയിൻറ്റിലുള്ള ഹിഞ്ചാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ റൊട്ടേഷൻസ് ആർ തീറ്റ അറ്റ് ഈച്ച് ജോയിൻറ്റ്, ഈച്ച് സപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ വർക്ക് ഡൺ നോക്കാം. എം പി ഇൻറ്റു തീറ്റ പ്ലസ് തീറ്റ ലോഡിൻ്റെ അണ്ടറിൽ, പിന്നെ അതുപോലെ സിയിൽ എം പി ഇൻറ്റു തീറ്റ പ്ലസ് തീറ്റ, ഇവിടെ 2 റൊട്ടേഷൻസ് ഉണ്ട്. അതുപോലെ ഡിയിൽ എം പി ഇൻറ്റു തീറ്റ. സോ ദാറ്റ് ഇസ് ദ ടോട്ടൽ ഇൻറ്റേർണൽ വർക്ക് ഡൺ. അണ്ടർ ദ ലോഡ് ഇറ്റ് ഇസ് എം പി ഇൻറ്റു തീറ്റ പ്ലസ് തീറ്റ, അറ്റ് സി ഇറ്റ് ഇസ് എം പി ഇൻറ്റു തീറ്റ പ്ലസ് തീറ്റ, ആൻഡ് അറ്റ് ഡി ഇറ്റ് ഇസ് എം പി ഇൻറ്റു തീറ്റ. അപ്പോൾ ഇത് 3 നമ്മുടെ ഇൻറ്റേർണൽ വർക്ക് ഡൺ ആയിട്ടുള്ളത്. ഇനി എക്സ്റ്റേർണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് 2 വാല്യൂസും 2 ലോഡ് കൊണ്ടുള്ളതും നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം ഒന്ന് സ്വേ ആണ്, മറ്റൊന്ന് ബി മെക്കാനിസം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ലോഡ് കാരണമാണ്. അപ്പോൾ ഈ 2 ലോഡ് കൊണ്ടുള്ള എക്സ്റ്റേർണൽ വർക്ക് ഡണ്ണും നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ലോഡ് കൊണ്ടുള്ള സ്വേ കൊണ്ടുള്ളത് എടുക്കുകയാണെങ്കിൽ സ്വേ എന്ന് പറയുന്നത് Δ1 ആണ്. അപ്പം ലോഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു ലെങ്ത് ഇൻറ്റു Δ1/2 ആവറേജ് ഡിഫ്ലക്ഷൻ. സോ ലോഡ് ഇൻറ്റൻസിറ്റി 10 ഇൻറ്റു ലെങ്ത് 5 ഇൻറ്റു Δ1/2. അടുത്തത് സെക്കൻഡ് ലോഡ് കൊണ്ടുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് ലോഡ് എന്ന് പറയുന്നതും യു ഡി എൽ തന്നെയാണ്. സോ ലോഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു ഡിഫ്ലക്ഷൻ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡിഫ്ലക്ഷൻ ഡിവൈഡഡ് ബൈ 2 ആവറേജ് ഡിഫ്ലക്ഷൻ. സോ 20 is the load intensity, 5 is the length, and Δ2/2 Δ2 ആണ് ഈ ബി സിയിൽ ആക്ട് ചെയ്യുന്ന യു ഡി എൽ കൊണ്ടുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ Δ2/2 അതാണ് ആവറേജ് ഡിഫ്ലക്ഷൻ. സോ 20 ഇൻറ്റു 5 ഇൻറ്റു Δ2/2. സോ ഹിയർ we know that theta is equal to Δ1 divided by 5. So Δ1 is equal to 5 theta, and theta BC എടുക്കുകയാണെങ്കിൽ theta is equal to Δ2 divided by 2.5, and Δ2 is equal to 2.5 theta. So substitute Δ1 is equal to 5 theta and Δ2 is equal to 2.5 theta. അപ്പോൾ ആ 2 വാല്യൂസും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം തീറ്റ ക്യാൻസൽ ആവും, ആൻഡ് എം പി ഇസ് ഈക്വൽ ടു 50 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇപ്പോൾ നമുക്ക് 3 മെക്കാനിസത്തിൽ നിന്നുള്ള വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു.
പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി വാല്യൂസ് കിട്ടി. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ കമ്പൈൻഡ് മെക്കാനിസത്തിൽ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ MP is equal to 50 kN/m. അപ്പോൾ ആക്ച്വൽ മെക്കാനിസം എന്ന് പറയുന്നത് കമ്പൈൻഡ് മെക്കാനിസം ആണ്.